നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന കെ.ബി. ഗണേഷ് കുമാറിന്റെ കത്ത് പുറത്ത്. ഇതോടെ അമ്മ തിരശ്ശീലയ്ക്ക് പിന്നിൽ ഒളിച്ചു. അമ്മ നടീനടന്മാർക്ക് നാണക്കേടെന്നും സംഘടന പിരിച്ചുവിടണമെന്നും കത്തിൽ ഗണേഷ് കുമാർ. അതേസമയം കത്ത് ജനറൽ ബോഡി യോഗത്തിന് മുൻപ് അയച്ചതാണ് എന്നും കാര്യങ്ങൾ ചർച്ച ചെയ്തതാണ് എന്നും അമ്മ വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് സംസ്ഥാന നേതൃത്വത്തെ വിമർശിച്ച് ഗണേഷ് കുമാർ കത്ത് നൽകിയത്. 16 പേജുള്ള കത്തിൽ അമ്മ സംഘടന പിരിച്ചുവിടണമെന്നും ഗണേഷ് കുമാർ ആവശ്യമുന്നയിക്കുന്നു. നടി ആക്രമിക്കപ്പെട്ടപ്പോൾ അമ്മ തിരശ്ശീലയ്ക്ക് പിന്നിലൊളിച്ചെന്നും ദിലീപിനെ സംരക്ഷിച്ചില്ലെന്നും കത്തിൽ ആക്ഷേപമുന്നയിക്കുന്നുണ്ട്. സഹപ്രവർത്തകയ്ക്ക് നേരെ ക്രൂരമായ ആക്രമണമുണ്ടായപ്പോൾ ഗൗരവമായി അമ്മ ഇടപെട്ടില്ല. തിരശ്ശീലയ്ക്ക് പിന്നിൽ നേതൃത്വം മടിച്ചു നിന്നപ്പോൾ പിച്ചി ചീന്തപ്പെട്ടത് സഹപ്രവർത്തകയുടെ ആത്മാഭിമാനമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. അമ്മയിൽ നിന്നും നീതി ലഭിക്കാത്തതിനാലാണ് സ്ത്രീ കൂട്ടായ്മ ഉണ്ടായതെന്നും അമ്മ പ്രസിഡന്റ് ഇന്നസെന്റ് അയച്ച കത്തിൽ ഗണേഷ് കുമാർ തുറന്നു പറയുന്നു. സേവനം ലക്ഷ്യമാക്കിയ സംഘടന ഭിന്നശേഷിക്കാർക്ക് മുച്ചക്ര വാഹനം നൽകാനുള്ള തീരുമാനമെടുത്തെങ്കിലും ഇത് ഇതുവരെ നടപ്പിലാക്കിയില്ല തുടങ്ങി സംഘടനാ പ്രശ്നങ്ങളാണ് ഗണേഷ് കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ മാസം 26-ന് നൽകിയ കത്തിൽ ഗണേഷ് വ്യക്തമാക്കുന്നത് സംഘടനാ പ്രശ്നങ്ങൾ മാത്രമാണ്. എന്നാൽ ഗണേഷ് നൽകിയ കത്തിൽ 28/6/2017 കൊച്ചിയിൽ ചേർന്ന എക്സിക്യൂട്ടീവ് യോഗം തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ഇക്കാര്യം ഗണേഷിനെ അറിയിക്കുകയും ചെയ്തെന്ന് ഭാരവാഹികൾ പറയുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗണേഷ് കുമാർ കത്ത് പിൻവലിക്കുകയും ചെയ്തു. അമ്മ സംഘടനയിൽ എല്ലാവരും തുല്യമാണെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. ലെസ്ലി ജോൺ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംഘടനയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയാണ് താനെന്ന് ആ കത്ത് അയച്ചത് എന്നും ഇനി ആ കത്തിന് പ്രസക്തിയില്ല എന്നും കെ.ബി. ഗണേഷ് കുമാർ MLA. എൻ്റെ സംഘടനയുടെ പ്രസിഡന്റിന് കത്ത് കൊടുക്കാൻ എനിക്ക് റൈറ്റുണ്ട്. അദ്ദേഹത്തിന് അത് വായിക്കാൻ റൈറ്റുണ്ട്, അത് ഡിസ്കസ് ചെയ്യാൻ റൈറ്റുണ്ട്, അത് സ്വീകരിക്കാനും തള്ളിക്കളയാനും അദ്ദേഹത്തിന് റൈറ്റുണ്ട്. അദ്ദേഹത്തിന് കൊടുത്ത കത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു. ഞാൻ തൃപ്തികരമായ നിലയിൽ ആ കത്തിൽ നിന്ന് കത്ത് പ്രസ് ചെയ്യുന്നില്ല എന്നുള്ള നിലപാടിലെത്തിയതുകൊണ്ടാണ്. ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. നിങ്ങൾ ആ വാർത്താ സമ്മേളനം ഇട്ട് റീവൈൻഡ് ചെയ്ത് നോക്ക്, ജനങ്ങളെ കാണിച്ചു കൊടുക്കുക. യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ ഒരു അനാവശ്യവും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സംഘടനയുടെ കാര്യം മാത്രമേ പറയുള്ളൂ. എൻ്റെ സംഘടനയുടെ കാര്യം പറയുന്നതിന് എനിക്ക് അവകാശമില്ല. എസ് ജീവൻകുമാർ ചേരുന്നു. ജീവൻ, സംഘടനയുടെ സുഗമമായ നടത്തിപ്പിന് വേണ്ടിയിട്ടാണ് കത്ത് എഴുതിയത്, ഈ അമ്മയുടെ യോഗത്തിന് മുൻപാണ് എന്നും ഇനി അതിന് പ്രസക്തിയില്ല എന്നും ഉള്ള മുൻ നിലപാടാണല്ലോ അദ്ദേഹം ആവർത്തിച്ചത്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? ഏതാണ്ട് സവിസ്തരമായി തന്നെ ഗണേഷ് കുമാർ മാധ്യമങ്ങളുമായി ഇക്കാര്യത്തിൽ സംസാരിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഇപ്രകാരമാണ്, താൻ സംഘടനയുടെ സുഗമമായ ഒരു നടത്തിപ്പിന് ഒരു അംഗം എന്ന നിലയിൽ തന്റെ ചില അഭിപ്രായങ്ങൾ താൻ എഴുതി സംഘടനാ നേതൃത്വത്തെ അറിയിക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വാഭാവികത നിങ്ങൾ കാണേണ്ടതില്ല. കാരണം തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അറിയിക്കുക എന്നതിനപ്പുറം മറ്റൊരു ദുരുദ്ദേശവും ആ കാര്യത്തിലില്ല. എന്നാൽ താൻ അതുദ്ദേശത്തോടു കൂടി എഴുതി നൽകിയ കത്ത് മാധ്യമങ്ങളിലേക്ക് ചോർന്നതിന് പിന്നിൽ ആരോ ഒരാളുണ്ട്. അയാൾ ഒരുപക്ഷെ അതാരാണെന്ന് ആർക്കും അറിയില്ല. അയാളെയാണ് യഥാർത്ഥത്തിൽ കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ഇനി പ്രസക്തിയില്ല എന്നും സംഘടന താൻ ഉന്നയിച്ച എല്ലാ കാര്യങ്ങളും അമ്മ യോഗത്തിൽ ഇതിനോടകം ചർച്ച ചെയ്യുകയും തീർപ്പാകുകയും ചെയ്തിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഇനി ഈ തന്റെ കത്ത് ചർച്ച ചെയ്ത് വിവാദമാക്കേണ്ട കാര്യമില്ല എന്നും ഗണേഷ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ മുകേഷ് MLA അന്ന് മാധ്യമ പ്രവർത്തകരുമായി തട്ടിക്കേറി എന്ന തരത്തിൽ മാധ്യമങ്ങൾ. എസ് ജീവൻകുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അമ്മയ്ക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന തന്റെ കത്തിന് പ്രസക്തിയില്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത്. ദിലീപ് ചിത്രത്തിന്റെ ലൊക്കേഷനിൽ പൾസർ സുനി എത്തിയതിന്റെ നിർണായക ചിത്രങ്ങൾ പോലീസിന് ലഭിച്ചു. 2016 നവംബർ 13-ന് ഇരുവരും ഒരേ ടവർ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നതായും പോലീസിന്റെ സ്ഥിരീകരണം. ജോർജേട്ടൻ സ്പൂരം ചിത്രീകരിച്ച കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബിലാണ് പൾസർ സുനി എത്തിയത്. അതേസമയം നടി ആക്രമിക്കപ്പെട്ടതിന്റെ ദൃശ്യങ്ങളുള്ള മെമ്മറി കാർഡ് കണ്ടെത്താനാണ് കാവ്യയുടെ കടയിൽ പോലീസ് റെയ്ഡ് നടത്തിയത് എന്ന് വ്യക്തമായി. നടി ആക്രമിക്കപ്പെടുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതായത് 2016 നവംബർ 13-ന് ദിലീപും പൾസർ സുനിയും ഒരേ ടവർ ലൊക്കേഷനിലായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. തൃശൂരിൽ ജോർജേട്ടൻ സ്പൂരത്തിന്റെ ലൊക്കേഷനിലായിരുന്നു അന്ന് ഇരുവരും എന്ന് വ്യക്തമാക്കുന്ന ചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നത്. തൃശൂരിലെ കിണറ്റിങ്കൽ ടെന്നീസ് ക്ലബ്ബിലായിരുന്നു ഷൂട്ടിംഗ്. ക്ലബ്ബ് ജീവനക്കാർ ദിലീപിനൊപ്പം എടുത്ത് സെൽഫി ചിത്രവും പോലീസ് ശേഖരിച്ചു. ചിത്രങ്ങളിൽ ഒന്നിൽ പിന്നിലായി പൾസർ സുനി മറ്റൊരാളോട് സംസാരിച്ചു നിൽക്കുന്നത് കാണാം. ഇതിനെ തുടർന്ന് ക്ലബ്ബ് ജീവനക്കാരിൽ നിന്നും പോലീസ് മൊഴിയെടുത്തു. ഇക്കാര്യം സുധാകരൻ പീപ്പിൾ ടിവിയോട് സ്ഥിരീകരിച്ചു. സുനി ദിലീപിനെഴുതിയ കത്തിൽ സൗണ്ട് തോമ മുതൽ ജോർജേട്ടൻ സ്പൂരം വരെയുള്ള കാര്യങ്ങൾ താൻ ആരോടും പറഞ്ഞിട്ടില്ലെന്ന് പരാമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ദിലീപിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ സുനിയുടെ സാന്നിധ്യം പ്രാധാന്യത്തോടെയാണ് പോലീസ് കാണുന്നത്. ഇതിനിടെ കാവ്യമാധവന്റെ കാക്കനാട്ടെ ഷോപ്പിൽ പോലീസ് പരിശോധന നടത്തിയത് നടിയുടെ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡിന് വേണ്ടിയായിരുന്നു എന്ന് വ്യക്തമായി. സംഭവത്തിന് ശേഷം മെമ്മറി കാർഡ് കാക്കനാട്ടെ കടയിൽ ഏൽപ്പിച്ചിരുന്നതായി സുനി പോലീസിന് മൊഴി നൽകിയിരുന്നു. പരിശോധനയിൽ മെമ്മറി കാർഡ് കണ്ടെത്താനായില്ല.
എന്നാൽ പൾസർ സുനിയുടെ മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൾസറിനെ വീണ്ടും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചു. ഇതിനിടെ നടിയുടെ പേര് ചാനൽ ചർച്ചയ്ക്കിടെ പരാമർശിച്ചതിന് തിരക്കഥാകൃത്ത് SN സ്വാമിക്കെതിരെ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ അന്വേഷണ സംഘത്തിന് DGP ലോക്നാഥ് ബെഹ്റയുടെ നിർദ്ദേശം. ADGP സന്ധ്യയും ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപും DGPയുമായി ചർച്ച നടത്തി. കൊച്ചിയിൽ സിനിമാ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കേസന്വേഷണത്തിന്റെ പുരോഗതി വിലയിരുത്താനാണ് DGP ലോക്നാഥ് ബെഹ്റ അന്വേഷണ ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയത്. തിരുവനന്തപുരത്ത് പ്രത്യേക കേന്ദ്രത്തിൽ നടന്ന കൂടിക്കാഴ്ചയിൽ കേസന്വേഷണം മേൽനോട്ടം വഹിക്കുന്ന ADGP B സന്ധ്യ, അന്വേഷണ ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് നോർത്ത് സോൺ IG ദിനേന്ദ്ര കശ്യപ്, മധ്യമേഖല IG എന്നിവരുമായി DGP കേസിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്തു. കേസ് ഡയറി വിളിച്ചുവരുത്തി പരിശോധിച്ച DGP കേസന്വേഷണത്തിലെ IG-മാരുടെ പ്രവർത്തനത്തിൽ അതൃപ്തി രേഖപ്പെടുത്തി. ക്രൈംബ്രാഞ്ച് IG ദിനേന്ദ്ര കശ്യപിനോട് ഉടൻ കൊച്ചിയിലെത്താനും കേസുമായി ബന്ധപ്പെട്ട് ഉയർന്ന ദുരൂഹത 5 ദിവസത്തിനുള്ളിൽ നീക്കാനും DGP നിർദ്ദേശിച്ചു. കേസന്വേഷണം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകണം. പല കേന്ദ്രങ്ങളിൽ നിന്ന് പുതിയ വെളിപ്പെടുത്തലുകൾ വരുന്നു. ഇക്കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘം പരിശോധിക്കണം. മൊഴികൾ വരുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥർ കൂട്ടായ അന്വേഷണത്തിലേക്ക് കടക്കണമെന്നും DGP ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസന്വേഷണത്തിന്റെ രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന് പറഞ്ഞ DGP ലോക്നാഥ് ബെഹ്റ കേസിൽ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത നടന്മാരെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിലേക്ക് കടക്കാമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. സുനിൽ അരുമാനൂർ, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പുതിയ വെളിപ്പെടുത്തൽ നടത്തിയ അഡ്വക്കേറ്റ് ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് മൊഴിയെടുത്തു. കായംകുളം ചെങ്ങന്നൂർ റോഡിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാണാൻ വന്നവരെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ഫെനി പോലീസിന് മൊഴി നൽകി. ആലുവ പോലീസ് ക്ലബ്ബിൽ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ഫെനിയുടെ മൊഴിയെടുക്കൽ തുടങ്ങിയത്. പൾസർ സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ടതിനെക്കുറിച്ചും സുനിക്ക് കീഴടങ്ങാൻ സഹായം ചെയ്തു കൊടുക്കണമെന്ന് അവർ പറഞ്ഞതിനെക്കുറിച്ചും ഫെനി മൊഴി നൽകി. സുനിയുടെ സുഹൃത്തുക്കൾ സംസാരിക്കുന്നതിനിടെ സൂചിപ്പിച്ച മാഡത്തെക്കുറിച്ചും ഫെനിയോട് ചോദിച്ചു. എന്നാൽ അതേക്കുറിച്ച് തനിക്കറിയില്ലെന്ന് ഫെനി മൊഴി നൽകി. സുനിയുടെ സുഹൃത്തുക്കളെന്ന് സംശയിക്കുന്നവരുടെ ചിത്രങ്ങൾ പോലീസ് ഫെനിയെ കാണിച്ചു. അതിലൊരാളെ താൻ ഏകദേശം തിരിച്ചറിഞ്ഞതായി മൊഴി നൽകിയ ശേഷം ഫെനി മാധ്യമങ്ങളോട് പറഞ്ഞു. ഫോട്ടോ കാണിച്ചിരുന്നു. അപ്പോൾ അത് എനിക്ക് ഡൗട്ടായിട്ട് ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ എൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണിച്ചപ്പോൾ അവർക്ക് ഡൗട്ട് തോന്നി ഇന്ന ആളാണ്. അപ്പോൾ ഞാനതിപ്പം പറയുന്നില്ല ആരാന്ന്, കണ്ടാ തിരിച്ചറിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറഞ്ഞ് മാവേലിക്കരെ CCTVയിൽ നോക്കിയാലേ ഞാൻ അദ്ദേഹത്തോട് വ്യക്തമായിട്ട് ഇപ്പോൾ 2-3 പ്രാവശ്യം ഞാൻ പറഞ്ഞു, അവൻ ആ CCTVയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ വന്ന വേയും വ്യക്തമായിട്ട് കാണാൻ പറ്റും. CCTV എടുത്തു കഴിഞ്ഞാൽ ഈ കാര്യം ക്ലിയർ ആവുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം CCTV എടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. CCTV എടുക്കുമെന്ന് പറഞ്ഞു. ദിലീപിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആരോപണങ്ങൾ വന്നുകൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് സുനിയുടെ സുഹൃത്തുക്കൾ തന്നെ വന്ന് കണ്ട വിവരം ദിലീപിനോട് പറഞ്ഞതെന്ന് ഫെനി വിശദീകരിച്ചു. ഫെനി വിളിച്ച കാര്യം ദിലീപും അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘം ഫെനി ബാലകൃഷ്ണനിൽ നിന്ന് 1.5 മണിക്കൂർ നേരം മൊഴിയെടുത്തത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നതായി നടൻ മുകേഷ് MLA. താൻ തുടക്കക്കാരനാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് എന്നും മുകേഷ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. അത്രയും അല്ല, വികാരത്തിന്റെ പുറത്തൊന്നുമില്ല. ഞാൻ എന്തെങ്കിലും ഒരു വാക്കോ വാചകോ മോശമായിട്ട് പറഞ്ഞു, ഒരു വാക്ക് പറഞ്ഞു ഇല്ലല്ല. തീർച്ചയായിട്ടും ഞാൻ ഗവൺമെന്റിന്റെ ഭാഗമാണ്. അന്വേഷണത്തിന് തൃപ്തമല്ലെങ്കിൽ എനിക്ക് പറയാമല്ലോ, തൃപ്തനാണ്. ദിലീപിന്റെ പുതിയ ചിത്രം രാമലീലയുടെ റിലീസ് മാറ്റിവെച്ചു. സെൻസറിംഗ് പ്രശ്നം കാരണമാണ് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയത് എന്നാണ് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പറയുന്നത്. ഈ മാസം 14-നോ 21-നോ റിലീസ് ഉണ്ടാകുമെന്നും നിർമ്മാതാവ്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ദിലീപ് നായകനായ രാമലീലയുടെ റിലീസിംഗ് മാറ്റിവെച്ചത്. വെള്ളിയാഴ്ച റിലീസ് ചെയ്യാനിരുന്ന ചിത്രം തൽക്കാലം ഇറക്കേണ്ട എന്നാണ് നിർമ്മാതാവ് ഉൾപ്പെടെയുള്ളവരുടെ തീരുമാനം. പുലിമുരുകൻ നൽകിയ ബ്രഹ്മാണ്ഡ ഹിറ്റിന് ശേഷം ടോമിച്ചൻ മുളകുപാടം നിർമ്മിക്കുന്ന രാമലീല ദിലീപ് ആരാധകർ കാത്തിരിക്കുന്ന ചിത്രമാണ്. സെൻസർ സംബന്ധിച്ച പ്രശ്നമാണ് റിലീസ് മാറ്റിവെക്കാൻ ഇടയാക്കിയതെന്ന് നിർമ്മാതാവ് ടോമിച്ചൻ മുളകുപാടം പീപ്പിളിനോട് പ്രതികരിച്ചു. ഈ മാസം 14-നോ 21-നോ ചിത്രം റിലീസ് ചെയ്യുമെന്നും നിർമ്മാതാവ് പ്രതികരിച്ചു. അത് ആൾക്കാർക്ക് പലതും പറയാമല്ലോ. എൻ്റെ ഒരു പ്രൊഡക്റ്റ് എനിക്കില്ല അറിയാവുന്നത്. അത് ഇന്നലെയാണ് അറിയുന്നത്. ഞങ്ങളത് 7-ാം തീയതി തന്നെ മാക്സിമം ഇന്നലെ പ്ലാൻ ചെയ്തു. പക്ഷേ സെൻസറിങ് ഞാൻ കിട്ടിയിരിക്കേണ്ടത് 6-ാം തീയതിയാണ്. ഈ 6-ാം തീയതി സെൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 7-ാം തീയതി സർട്ടിഫിക്കറ്റ് ആകത്തില്ല. ഇപ്പൊ തന്നെ എല്ലാ പടങ്ങളും മാറി പോകുന്നില്ലേ. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ ദിലീപിനെതിരെ ആരോപണങ്ങൾ അനുദിനം ഉയരുന്ന സാഹചര്യത്തിൽ ചിത്രം പ്രേക്ഷകർ കൈവിടുമോ എന്ന ആശങ്കയും അണിയറ പ്രവർത്തകർക്കുണ്ട്. ഈ മാസം 14-നോ 21-നോ റിലീസ് ചെയ്യുമെന്ന് നിർമ്മാതാവ് പറയുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയില്ല. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് P. ജയരാജൻ. UDF ഭരണകാലത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൌത്യം ഏറ്റെടുത്ത വ്യക്തിയായിരുന്നു സെൻകുമാറെന്നും ജയരാജൻ ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. DGP സ്ഥാനത്ത് നിന്നും മാറ്റിയത് P. ജയരാജന്റെ നിർദ്ദേശപ്രകാരമായിരിക്കാമെന്ന TP സെൻകുമാറിന്റെ പ്രസ്താവനക്ക് ഫേസ്ബുക്കിലൂടെയാണ് P. ജയരാജൻ മറുപടി നൽകിയത്.
സെൻകുമാറിനെ DGP സ്ഥാനത്ത് നിന്നും മാറ്റാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരോടും താൻ ആവശ്യപ്പെട്ടിട്ടില്ല. സെൻകുമാറിനോട് തനിക്ക് വൈരാഗ്യമോ ദേഷ്യമോ ഇല്ല. എന്നാൽ അദ്ദേഹത്തിന് എന്നോട് അതുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. UDF ഭരണകാലത്ത് കോൺഗ്രസിന്റെ രാഷ്ട്രീയ ദൗത്യം ഏറ്റെടുത്ത ഉദ്യോഗസ്ഥനാണ് സെൻകുമാർ. കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതിയിൽ നിന്നും തന്നെ നീക്കാൻ വ്യാജ റിപ്പോർട്ട് നൽകിയത് സെൻകുമാർ ആയിരുന്നു. ഉപദേശക സമിതി അംഗമെന്ന നിലയിൽ താൻ തുടർച്ചയായി ജയിലിലെ കൊടും ക്രിമിനലുകളെ സന്ദർശിക്കുന്നുവെന്നാണ് അന്ന് ഇന്റലിജൻസ് ADGP ആയിരുന്ന സെൻകുമാർ റിപ്പോർട്ട് നൽകിയത്. താൻ സന്ദർശിച്ചത് ഭൂസമരത്തിന്റെ ഭാഗമായി ജയിലിൽ അടച്ച വയനാട്ടിലെ ആദിവാസി തടവുകാരെയായിരുന്നു. പാവപ്പെട്ട ആദിവാസികളെയാണ് സെൻകുമാർ കൊടും ക്രിമിനലുകളായി ചിത്രീകരിച്ചത്. ഒരു ജില്ലയിലെ പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് തന്റെ വാക്കുകൾ മാത്രം കേട്ട് തീരുമാനമെടുക്കുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ എന്ന വാദം അദ്ദേഹം മുഖ്യമന്ത്രിയെക്കുറിച്ച് പറഞ്ഞ നല്ല വാക്കുകൾക്ക് കടകവിരുദ്ധമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. രാഷ്ട്രീയത്തിൽ ശരിയല്ലെന്ന് തോന്നുന്ന നിലപാടുകളെ പരസ്യമായി വിമർശിക്കാറുണ്ട്. എന്നാൽ പ്രതികാരബോധത്തോടെ ആരോടും പെരുമാറിയിട്ടില്ല. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ഒടുവിലായി PJ രാജൻ കുറിച്ചു, പ്രതികാരബുദ്ധി എന്ന ആ തൊപ്പി സെൻകുമാറിനാണ് ചേരുക. PV കുട്ടൻ, കോഴിക്കോട്. സർക്കാരിന്റെ പുതിയ മദ്യനയം നിലവിൽ വന്നതോടെ സംസ്ഥാനത്ത് 5 സ്റ്റാർ ഉൾപ്പെടെ 97 ബാറുകൾ തുറന്നു. എക്സൈസിന് അപേക്ഷ ലഭിച്ച 81 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകളിൽ 77 എണ്ണത്തിനും ലൈസൻസ് നൽകി. 2112 കള്ളുഷാപ്പുകളും ലൈസൻസ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു തുടങ്ങി. അതേസമയം ബാറുകൾ തുറന്നതോടെ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയും ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പുതിയ മദ്യനയത്തിന്റെ ഭാഗമായാണ് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകിയത്. മദ്യനയം നിലവിൽ വന്നതോടെ 2014 മാർച്ച് 31 വരെ പ്രവർത്തിച്ചിരുന്ന 3-4 സ്റ്റാർ ഹോട്ടലുകളിൽ ബാറുകൾക്ക് എക്സൈസ് ലൈസൻസ് കൊടുക്കുകയായിരുന്നു. സംസ്ഥാനത്ത് 20 5 സ്റ്റാർ ഉൾപ്പെടെ 97 ബാറുകളാണ് ലൈസൻസ് നേടി ഇന്ന് തുറന്നത്. 81 ബാറുകൾ ലൈസൻസ് പുതുക്കാൻ അപേക്ഷ നൽകിയെങ്കിലും അതിൽ 77 എണ്ണത്തിന് മാത്രമേ ലൈസൻസ് ലഭിച്ചുള്ളൂ. ബാക്കിയുള്ളവയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ ലൈസൻസ് ലഭിക്കും. ലൈസൻസ് ലഭിച്ച ബാറുകൾ രാവിലെ 11 മണിക്ക് തുറക്കുന്നതും കാത്ത് മദ്യപന്മാർ ബാറിന് മുന്നിൽ നേരത്തെ തന്നെ എത്തിയിരുന്നു. ബാറുകളുടെ വാതിലുകൾ തങ്ങൾക്കായി വീണ്ടും തുറന്നപ്പോൾ ഭൂരിപക്ഷം പേരും സന്തോഷത്തിലായി. പിന്നെ ബാറ് തുറന്നവർക്കായി നന്ദി പ്രകടനവും. സന്തോഷമുണ്ട്. ഉള്ള കാശിന് മാന്യമായി വന്നിരുന്ന് കുടിച്ചും കൊണ്ട് പോകാം. ഹോട്ടലിൽ കുടിച്ചെന്നുള്ള വേളമില്ല, അവിടെ പോയി ക്യൂ നിൽക്കേണ്ട. ശരിക്കും പറഞ്ഞാൽ ഈ സർക്കാർ ചെയ്തൊരു നല്ല കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. തീരുമാനം ഇത് തുടങ്ങിയാൽ ഞങ്ങളുടെ പൈസ കുറേ വീട്ടിൽ ചെല്ലും. ഇല്ലെങ്കിൽ ഞങ്ങൾ സിവിലിൽ പോയി സാധനം മേടിച്ചുകൊണ്ട് വന്നാലേ കാട്ടിൽ പോയിരിക്കണം. കാട്ടിൽ പോയി ഇരുന്നിട്ട് പോലീസുകാർ പിടിച്ച് പെറ്റി അടിക്കുന്നു. പുതുതായി തുറന്ന പല ബാറുകളിലും പ്രത്യേക ഓഫറുകളും രുചിയേറിയ സൗജന്യ സൈഡ് ഡിഷും മദ്യപിക്കാനെത്തിയവർക്കായി ഒരുക്കിയിരുന്നു. എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ബാറുകൾ തുറന്നത്, 20 എണ്ണം. തിരുവനന്തപുരത്ത് 11, തൃശൂരിൽ 9, കണ്ണൂരിൽ 8, കോട്ടയത്ത് 6, ആലപ്പുഴയിൽ 2, കോഴിക്കോട് 5 ബാറുകൾ തുറന്നിട്ടുണ്ട്. പത്തനംതിട്ട, കാസർഗോഡ് എന്നീ ജില്ലകളിൽ ഒരു ബാർ പോലും തുറന്നിട്ടില്ല. ബാറുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പരിശോധനയും ആരംഭിച്ചിരിക്കുകയാണ്. 11 മണി മുതൽ രാത്രി 11 മണി വരെയാണ് ബാറുകളുടെ പ്രവർത്തന സമയം. സംസ്ഥാനത്ത് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾക്ക് സർക്കാർ മദ്യനയത്തിന്റെ ഭാഗമായി ലൈസൻസ് നൽകിയെങ്കിലും കർശനമായിട്ടുള്ള രീതിയിലുള്ള പരിശോധനകളും അതോടൊപ്പം തന്നെ ബോധവൽക്കരണവും തുടരും. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം സുനിൽ അരിമാനൂർ. ബീഫ് കൈവശം വെച്ചുവെന്നാരോപിച്ച് ജാർഖണ്ഡിൽ ഒരാളെ അടിച്ചു കൊന്ന കേസിൽ BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. രാംഗഡിലെ BJP മീഡിയ സെല്ലിന്റെ ചുമതലക്കാരനായ നിത്യാനന്ദ് മഹതോ ആണ് അറസ്റ്റിലായത്. അതേസമയം രാജ്യത്ത് ആളുകളെ മർദ്ദിച്ചു കൊല്ലുന്നത് പുതിയ സംഭവമല്ലെന്ന് BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ഗോവയിൽ പറഞ്ഞു. സമീപകാല സംഭവങ്ങൾ മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോഴായിരുന്നു അമിത്ഷായുടെ മറുപടി. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ജാർഖണ്ഡിലെ ബജാർഗഡ് ഗ്രാമത്തിൽ മുഹമ്മദ് അലിമുദ്ദീൻ എന്നയാളെ ബീഫ് കടത്തിയെന്നാരോപിച്ച് ഒരു സംഘം ആളുകൾ മർദ്ദിച്ചു കൊലപ്പെടുത്തിയത്. ഇയാളുടെ വാഹനവും കത്തിച്ചു. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്നത് അംഗീകരിക്കില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞ മണിക്കൂറുകൾക്കകത്തായിരുന്നു സംഭവം. ഈ സംഭവത്തിലാണ് BJP നേതാവ് ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായത്. രാംഗഡിലെ BJPയുടെ മീഡിയ സെല്ലിന്റെ ചുമതലയുള്ള നിത്യാനന്ദ് മെഹതോ, സന്തോഷ് സിംഗ്, ചോട്ടു റാണ എന്നിവരാണ് പിടിയിലായത്. ഇവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ജനക്കൂട്ടം മർദ്ദിച്ചു കൊല്ലുന്ന സംഭവങ്ങളിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് BJP നേതൃത്വം ആവർത്തിക്കുന്നതിനിടെയാണ് പ്രാദേശിക നേതാവിന്റെ അറസ്റ്റ്. അതിനിടെ കേന്ദ്ര സർക്കാരും BJPയും വിമർശനം നേരിടുന്ന ഘട്ടത്തിൽ പ്രതികരണവുമായി BJP ദേശീയ അധ്യക്ഷൻ അമിത്ഷാ രംഗത്തെത്തി. ജനക്കൂട്ടം സ്വയം വിചാരണ നടത്തി മർദ്ദിച്ചു കൊല്ലുന്നത് രാജ്യത്ത് പുതുമയുള്ള സംഭവമല്ല എന്നായിരുന്നു അമിത്ഷായുടെ പ്രതികരണം. ഗോവയിലെ പനാജിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കാണ് അമിത്ഷാ മറുപടി നൽകിയത്. 2011, 2012, 2013 കാലങ്ങളിൽ ഇതിൽ കൂടുതൽ മർദ്ദിച്ചു കൊല്ലുന്ന സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ആരും അതിനെ ചോദ്യം ചെയ്തിട്ടില്ലെന്നും അമിത്ഷാ പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കെതിരെ അതിക്രമം വർദ്ധിക്കുന്ന സാഹചര്യം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ പാർട്ടിയും സർക്കാരും എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെയാണ് കാണുന്നതെന്നും അമിത്ഷാ മറുപടി നൽകി. ന്യൂസ് ബ്യൂറോ, ദില്ലി.
പുതുവൈപ്പിലെ LPG പ്ലാന്റിനെ കുറിച്ചുള്ള പ്രദേശവാസികളുടെ ആശങ്കയകറ്റാൻ IOC പത്രപരസ്യമിറക്കി. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ആഗോള നിലവാരത്തിലാണ് പ്ലാന്റ് നിർമ്മിക്കുന്നത് എന്ന് IOC. പാരിസ്ഥിതിക തീരദേശ നിയമങ്ങളെല്ലാം പാലിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നത് എന്നും IOC പത്രപരസ്യത്തിലൂടെ വ്യക്തമാക്കുന്നു. പുതുവൈപ്പിൽ തുടങ്ങുന്ന പുതിയ LPG സംഭരണ കേന്ദ്രത്തിനെതിരെ പ്രദേശവാസികളുടെ പ്രതിഷേധവും ആശങ്കകളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് IOC പത്രപരസ്യത്തിലൂടെ കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. പാചകവാതകത്തിന്റെ ഉപഭോഗം നാൾക്കുനാൾ വർദ്ധിച്ചു വരുന്നതോടെ പുതിയ പ്ലാന്റ് ഭാവിയിൽ അത്യന്താപേക്ഷിതമാണെന്ന പരസ്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ആഗോള നിലവാരത്തിലാണ് പുതുവൈപ്പിൻ ടെർമിനൽ. ഏറ്റവും സുരക്ഷിതമായ മൗണ്ടഡ് സംഭരണികളിൽ സംഭരിക്കുന്ന പാചകവാതകം ഭൂകമ്പം, ചുഴലിക്കാറ്റ്, സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ പോലും സുരക്ഷിതമാണ്. 2 മുതൽ 3 ഇഞ്ച് വരെ കനമുള്ള ബോയിലർ ഗുണമേന്മയുള്ള സ്റ്റീൽ പ്ലേറ്റുകൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന സംഭരണിക്ക് ചുറ്റും 2 മീറ്റർ ഘനത്തിൽ മണൽ ആവരണവും ഉണ്ടായിരിക്കും. 500 ഡിഗ്രി സെൽഷ്യസ് ചൂടിൽ മാത്രം തീപിടുത്ത സാധ്യതയുള്ള പ്ലാന്റിൽ 79 ഡിഗ്രി സെൽഷ്യസിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായി വെള്ളം സ്പ്രേ ചെയ്യുകയും ചെയ്യും. 10 ലക്ഷത്തിൽ 1 മാത്രമാണ് അപകട സാധ്യതയെന്നും ചൂണ്ടിക്കാട്ടുന്നു. മാത്രമല്ല, പാരിസ്ഥിതിക തീരദേശ നിയമങ്ങളെല്ലാം പാലിച്ചാണ് പ്ലാന്റ് സ്ഥാപിക്കുന്നതെന്നും IOC വ്യക്തമാക്കുന്നു. CRZ മാനദണ്ഡങ്ങളിൽ ഒരു ലംഘനം പോലും നടന്നിട്ടില്ല. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അനുമതിയുണ്ടെന്നും IOC വ്യക്തമാക്കുന്നു. കേരള പഞ്ചായത്ത് നിർമ്മാണ ചട്ടമനുസരിച്ച് പ്രൊജക്ടിന് പഞ്ചായത്തിന്റെ അനുമതി ആവശ്യമില്ലെന്നും പ്രദേശം കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ കീഴിൽ വരുന്നതിനാൽ അവരുടെ അംഗീകാരം മതിയെന്നും IOC അറിയിക്കുന്നു. പുതിയ പ്ലാന്റ് പ്രദേശവാസികളുടെ ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത രീതിയിൽ എല്ലാ സുരക്ഷാ നടപടിയും സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിക്കൊണ്ടാണ് പരസ്യം അവസാനിക്കുന്നത്. നിലവിൽ സർക്കാർ പ്ലാന്റ് സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പരാതിയിൽ പുതിയ വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരിക്കുന്ന സാഹചര്യത്തിലാണ് IOCയുടെ പത്രപരസ്യം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ക്യാൻസർ രോഗികൾക്ക് സഹായം ചെയ്യുന്ന കൊച്ചുമിടുക്കന്റെ സൽപ്രവൃത്തി നാടിനും നാട്ടുകാർക്കും അഭിമാനമാകുന്നു. ആലപ്പുഴ കൊമ്മാടി സ്വദേശി അമരീന്ദർ എന്ന 6ാം ക്ലാസ്സുകാരനാണ് ഇത്. 2 വർഷത്തോളം തന്റെ മുടി നീട്ടി വളർത്തിയ ശേഷം രോഗികൾക്കായി മുറിച്ചു നൽകുകയാണ് ഈ സ്കൂൾ വിദ്യാർത്ഥി. കഴിഞ്ഞ 6 വർഷമായി അമരീന്ദർ ഈ പ്രവൃത്തി ചെയ്തു വരുന്നു. വ്യത്യസ്ത രൂപത്തിലും ഭാവത്തിലും മുടി വളർത്തി ഫ്രീക്കന്മാർ ക്യാമ്പസുകളിൽ ചെത്തി നടക്കുന്ന നാട്ടിലാണ് സ്വന്തം മുടി വളർത്തി ക്യാൻസർ രോഗികൾക്ക് നൽകാൻ ഈ കൊച്ചുമിടുക്കനെത്തിയിരിക്കുന്നത്. 2014 ആലപ്പുഴ സ്വദേശി അമരീന്ദർ എന്ന ഈ സ്കൂൾ വിദ്യാർത്ഥി ആദ്യം മുടി മുറിച്ച് നൽകിയത്. ശ്രീകരിക്ക് 2 കുറിക്കേണ്ട വരാറായിരുന്നെന്നും പറഞ്ഞുകൊണ്ട് വാർത്തയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇച്ചിരി പൈസ കളക്ട് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. ഇപ്പോൾ 30 മാസം വളർത്തി വലുതാക്കിയ മുടിയും മുറിച്ചു നൽകാനുള്ള ശ്രമത്തിലാണ്. അമ്മ ഷീബയാണ് മകന്റെ നീളമേറിയ മുടിയെ പരിപാലിച്ചു വരുന്നത്. ഇരി കെട്ടി വെച്ചിട്ടാണ് പോകുന്നത്. അല്ല സ്കൂളിൽ ഇവൻ തനിയെ കെട്ടിപ്പോയാൽ വൃത്തിയാകത്തില്ല. തനിയെ കെട്ടാതിരിക്കത്തില്ല. കെട്ടി വെച്ചിട്ടാണ് വിടുന്നത്. മുടി വളർത്തി സ്കൂളിലെത്തിയതിന്റെ പേരിൽ ആദ്യം പഠിച്ച സ്കൂളിൽ നിന്നും ഈ കുട്ടിയെ പുറത്താക്കിയെങ്കിലും തന്റെ ദൗത്യത്തിൽ നിന്നും പിന്മാറാൻ ഈ കൊച്ചുമിടുക്കൻ തയ്യാറായില്ല. മറ്റൊരു സ്കൂളിൽ പഠനം തുടർന്നു വരുന്നതിനിടയിലാണ് വീണ്ടും മുടി മുറിച്ചു നൽകാൻ തയ്യാറായിരിക്കുന്നത്. അച്ഛൻ ഭുവനേന്ദ്രനാണ് ഈ കൊച്ചുമിടുക്കന് പരിപൂർണ പിന്തുണ നൽകുന്നത്. ക്യാൻസർ രോഗികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ തന്നാൽ കഴിയും വിധമുള്ള സഹായം ചെയ്യണമെന്ന നല്ല മനസ്സുമായാണ് ഈ കൊച്ചുകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. ക്യാമറാമാൻ രതീഷ് രാജിനൊപ്പം ഷാജഹാൻ.